വെൽക്കം ടു സൈലം SSC and RRB. അപ്പോ 8th പേ കമ്മീഷൻ നിലവിൽ വരാൻ പോവാണ്. നമുക്കറിയാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 7th പേ കമ്മീഷൻ പ്രകാരമുള്ളതാണ്. 8th പേ കമ്മീഷൻ വരുമ്പോൾ എന്തായാലും സാലറി കൂടും. അത് എത്രത്തോളം കൂടും, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ നമുക്കറിയാം SSC RRB എക്സാമുകൾ വഴി നമ്മൾ കയറുമ്പോൾ, നമ്മൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ എത്രത്തോളം ശമ്പളമാണ് നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തേക്കാൾ എത്രത്തോളം കൂടുതലാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വീഡിയോ മുഴുവൻ കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, സോ നമുക്കറിയാം 2016 ജനുവരി 1 7th പേ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി 2026 ജനുവരി, അതായത് അടുത്ത വർഷം ജനുവരിയിൽ ആ സാലറിയിൽ മാറ്റം സംഭവിക്കും. അപ്പൊ അതാണ് പറയുന്നത് 8th പേ കമ്മീഷൻ വരുന്നു എന്ന് പറയുന്നത്. സോ എത്രത്തോളം വ്യത്യാസമാണ് ഉണ്ടാവുന്നത്? നമുക്ക് കിട്ടുന്ന ബേസിക് സാലറിയുടെ കൂടെ മൾട്ടിപ്ലൈ ഫാക്ടർ അല്ലെങ്കിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ ബേസിക് സാലറി മാറുന്നത്. ആ ഫിറ്റ്മെന്റ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മൾ ബേസിക് സാലറിയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 2.57 to 2.86 എന്ന് പറയുന്ന ഇതിനിടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകളും മീഡിയാസും പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ഇതായിരിക്കും എന്നുള്ളത് എക്സാക്ട് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബേസിക് സാലറി ആയിട്ടുള്ള, നമുക്കറിയാം ബേസിക് സാലറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 18,000 രൂപയാണ് ഏറ്റവും ലെവൽ 1 ജോബുകൾക്കുള്ള ബേസിക് സാലറി എന്ന് പറയുന്നത്. നമുക്കറിയാം SSC MTS വഴി ജോലിക്ക് കയറുന്നവർക്കുള്ള ബേസിക് സാലറി 18,000 ആണ്. RRB ഗ്രൂപ്പ് D വഴി ജോലിക്ക് കയറുന്നവർക്കുള്ള ബേസിക് സാലറി 18,000 ആണ്. എന്നാൽ ഈ 18,000 ആയിരിക്കില്ല 8th പേ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ. അത് 18,000 നിന്ന് 51,480 ആവാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന്റെ പിന്നിലുള്ള അടിസ്ഥാനം എന്താണ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. ഇതാണ് 7th പേ കമ്മീഷനും 8th പേ കമ്മീഷനും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ആണ്. ഒരു ബേസിക് സാലറി അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ സാലറിയുടെ ആ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ബേസിക് പേ ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മേജർ കോൺട്രിബ്യൂഷൻസ് മാത്രമാണ്, ബാക്കിയുള്ള അലവൻസുകളൊക്കെ ഉണ്ടായിരിക്കും. ബേസിക് പേ, അതുപോലെ തന്നെ ഡിയർനസ് അലവൻസ് എന്ന് പറയുന്ന DA, HRA എന്ന് പറയുന്നതാണ്. ഈ മെയിൻ 3 പാർട്ടുകൾ മാത്രമാണ്. ബാക്കിയുള്ള അലവൻസുകൾ ഉണ്ട്, ഞാൻ പറഞ്ഞു. ഈ മെയിൻ 3 പാർട്ടുകളാണ് നമ്മളൊരു സാലറിയിൽ എടുക്കുന്നത്. സോ ബേസിക് പേ 18,000 ആണെന്ന് വിചാരിക്കുക. അതായത് ഏറ്റവും മിനിമം വേതനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ലെവൽ 1 പോസ്റ്റുകൾ, RRB ഗ്രൂപ്പ് D വഴി കയറുന്ന പോസ്റ്റുകൾ, അതേപോലെ തന്നെ SSC MTS വഴി കിട്ടുന്ന ജോലികൾക്കെല്ലാം 18,000 രൂപയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. ആ 18,000ന്റെ കൂടെ DA എന്ന് പറയുന്ന ഡിയർനസ് അലവൻസ്, എന്താണ് DA, എന്താണ് HRA എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. DA എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് 53% DA ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അത് പ്രകാരം 9,540 രൂപയാണ് ഡിയർനസ് അലവൻസ് ആയിട്ട് വരുന്നത്. ഈ 53% എന്ന് പറയുന്നത് ബേസിക് പേയുടെ 53% 9,540. അതേപോലെ തന്നെ HRA എന്ന് പറയുന്നത് നമ്മൾ Y കാറ്റഗറി സിറ്റിയിലെ ഒരു 16% ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് പ്രകാരം എത്രയായിരിക്കും? ബേസിക് പേയുടെ 16% എന്ന് പറയുന്നത് 2,780 ആണ്. 7th പേ കമ്മീഷൻ പ്രകാരം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലെവൽ 1 ജോലികൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 30,420 രൂപയാണ്. എന്നാൽ 8th പേ കമ്മീഷൻ വരുമ്പോൾ അതിൽ മാറ്റങ്ങളുണ്ട്. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. 8th പേ കമ്മീഷൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞു ബേസിക് സാലറിയുടെ കൂടെ എന്താണ് ഫിറ്റ്മെന്റ് ഫാക്ടർ ആയിട്ടുള്ള ഒരു 2.5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. നമുക്ക് 2.56 തൊട്ട് 2.87 വരെയാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ മിനിമം ഫിറ്റ്മെന്റ് ഫാക്ടർ 2.5 ആയിട്ട് എടുത്തു. 2.5 ആണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എങ്കിൽ 18,000ന്റെ 2.5 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 45,000 ആയിരിക്കും ബേസിക് സാലറി ആയിട്ട് ലെവൽ 1 എംപ്ലോയികൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിയർനസ് അലവൻസ് എന്ന് പറയുന്നതും ഏത് പുതിയ പേ കമ്മീഷൻ തുടങ്ങിയാലും അതിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള DA എന്ന് പറയുന്നത് 0% ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ 0 എന്ന് ഇട്ടത്. ഓക്കെ, അതേപോലെ തന്നെ HRA നമ്മൾ 16% ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിരിക്കുന്നു. 16% എന്ന് പറയുന്നത് പുതിയ റിവൈസ്ഡ് ബേസിക് പേ ആയിട്ടുള്ള 45,000ന്റെ 16% ആയിട്ടുള്ള 7,200 കൂടെ ആഡ് ചെയ്തിട്ട് പുതിയ സാലറി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 52,200 ആവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇതിൽ എന്താണ് ഫിറ്റ്മെന്റ് ഫാക്ടർ, അതേപോലെ തന്നെ എന്താണ് DA, എന്താണ് HRA, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഇതാണ് 7th പേ കമ്മീഷൻ
കമ്മീഷന്റെ 7th പേ കമ്മീഷന്റെ പേ മെട്രിക്സ് ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 7000 രൂപയായിരുന്നു ബേസിക് പേ എന്ന് പറയുന്നത്. ആ 7000 രൂപ എന്ന് പറയുന്നത് ഏതാണ്? 6th പേ കമ്മീഷനിൽ 7000 രൂപയായിരുന്നു ബേസിക് പേ. 7th പേ കമ്മീഷൻ വന്നപ്പോൾ അതിന്റെ കൂടെ ഫിറ്റ്മെന്റ് ഫാക്ടർ ആയിട്ടുള്ള 2.57 മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, 2.57. പക്ഷേ ഇവിടെ ബേസിക് പേ 7000 നിന്ന് മാറുന്നതിനനുസരിച്ച് ഫിറ്റ്മെന്റ് ഫാക്ടറിലും, അതായത് 7000 കൂടെ അല്ലെങ്കിൽ ബേസിക് പേയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ആയിട്ടുള്ള ഫിറ്റ്മെന്റ് ഫാക്ടറിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2.67 അതുപോലെ 2.71, 81 എന്നിവരുള്ള ഫിറ്റ്മെന്റ് ഫാക്ടറിലേക്ക് ഇത് ഉയരുന്നുണ്ട്. ബേസിക് പേ മാറുന്നതിനനുസരിച്ച് ഫിറ്റ്മെന്റ് ഫാക്ടറിൽ ചെറിയൊരു വ്യത്യാസവും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് പേയിലെ എത്ര മൾട്ടിപ്പിൾ ആണ്, എത്ര മടങ്ങാണ് വർദ്ധിക്കുന്നത് ഓരോ പേ കമ്മീഷൻ മാറുമ്പോഴും എന്നുള്ളതാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ എന്താണ് ഡി എന്ന് പറയുന്നത്? നമുക്കറിയാം ദിനംപ്രതി ലിവിംഗ് കോസ്റ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതേപോലെ ഇൻഫ്ലേഷൻ, CPI അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് തുടങ്ങിയിട്ടുള്ള അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് DA തീരുമാനിക്കുന്നത്. ഒരു വർഷം 2 തവണയാണ് DA റിവൈസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ജനുവരിയിലും അതേപോലെ തന്നെ ജൂലൈയിലുമായിരിക്കും DA റിവൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. 3 മുതൽ 5% വരെയാണ് DA ഉണ്ടാകുന്ന വ്യത്യാസം ജനറലി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിലുള്ള DA എന്ന് പറയുന്നത് 53%. 2025 ജനുവരിയിലെ റിവിഷനും 2025 ജൂലൈയിലെ റിവിഷനും 2026 ജനുവരിയിലെ റിവിഷനും വരാനിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് DA ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 2006 6th പേ കമ്മീഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു പേ കമ്മീഷന്റെ സ്റ്റാർട്ടിങ്ങിൽ DA 0 ആയിരിക്കും. പിന്നെ 2 മുതൽ 5% അല്ലെങ്കിൽ 3 മുതൽ 5% വരെ ഓരോ ഹാഫ് ഇയറിലും കൂടിക്കൊണ്ടേയിരിക്കും. ഒരു വർഷം 2 തവണയാണ് DA മാറുന്നത്. അങ്ങനെ നമുക്ക് 2006, 2007, 2008 തുടങ്ങി നമുക്ക് 2016 7th പേ കമ്മീഷൻ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 7th പേ കമ്മീഷൻ വരുമ്പോൾ അപ്പോൾ നിലവിലുള്ള DA എന്ന് പറയുന്നത് 125% വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ 2016 7th പേ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പൊ വീണ്ടും DA എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. പിന്നെ 2016 ജൂലൈ ആയപ്പോൾ DA 2% കൂട്ടി. 2017 ജനുവരി ആയപ്പോൾ 4%ലേക്കായി. അങ്ങനെ കൂടി 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 ഇപ്പോൾ നിലവിലുള്ള DA എന്ന് പറയുന്നത് 53% ഇപ്പോൾ നിലവിലുള്ള DA എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് HRA നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഹൗസ് റെന്റ് അലവൻസ് ആണ് HRA എന്ന് പറയുന്നത്. ഇതിലെ നമുക്കൊരു പേ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ XYZ കാറ്റഗറിയിലുള്ള 3 സിറ്റികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. X കാറ്റഗറി എന്ന് പറയുമ്പോൾ അതിലെ 50 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷൻ ഉള്ള സിറ്റികളാണ് X കാറ്റഗറിയിൽ പെടുന്നത്. 5 മുതൽ 50 ലക്ഷത്തിനുള്ളിലുള്ള കാറ്റഗറിയിലുള്ള സിറ്റികളാണ് Y കാറ്റഗറിയിൽ പെടുന്നത്. അതേപോലെ തന്നെ 5 ലക്ഷത്തിനും താഴെയുള്ള പോപ്പുലേഷൻ ഉള്ള സിറ്റികളാണ് Z കാറ്റഗറിയിൽ പെടുന്നത്. അപ്പൊ നമുക്കറിയാം മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളെല്ലാം 50 ലക്ഷത്തിന് മേലെ പോപ്പുലേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലിവിംഗ് കോസ്റ്റും കൂടുതലാണെന്ന് നമുക്കറിയാം. അത്രയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ HRA കൂടുതലായിട്ട് തന്നെ കൊടുക്കുന്നു. ഒരു പേ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ ഇത് 7th പേ കമ്മീഷന്റെ കേസാണ് പറയുന്നത്. 7th പേ കമ്മീഷൻ വരുമ്പോൾ 24% ആയിരുന്നു X കാറ്റഗറിയിലുള്ള സിറ്റികളുടെ എന്തെന്ന് പറയുന്നത് HRA എന്ന് പറയുന്നത്. Y കാറ്റഗറിയിലുള്ള സിറ്റികൾ ഇപ്പൊ കേരളത്തിലെ സിറ്റികളൊക്കെ എടുക്കുകയാണെങ്കിൽ Y കാറ്റഗറിയിൽ വിടുന്നതാണ്. അവിടെ നമുക്ക് പറയുന്നത് 16% HRA എന്ന് പറയുന്നത്. ഈ 24%, 16%, അതുപോലെ തന്നെ 8% എന്ന് പറയുന്നതൊക്കെ ബേസിക് പേ ആണ് അതിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. Z കാറ്റഗറിക്ക് 8% ആയിരുന്നു 7th പേ കമ്മീഷൻ നിലവിൽ വരുമ്പോഴുള്ള HRA എന്ന് പറയുന്നത്. അപ്പോ DA ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പറഞ്ഞു ഒരു വർഷം 2 തവണയാണ് DA ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ DA കൂടുക എന്ന് പറഞ്ഞാൽ ലിവിംഗ് കോസ്റ്റ് കൂടുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ DA കൂടുന്നതിനനുസരിച്ച് HRAയും അവിടെ കൂടുതലായിട്ട് തന്നെ വരും. അതായത് DA എന്ന് പറയുന്നത് 50% മുകളിൽ പോയാൽ X കാറ്റഗറിയിലെ 27% HRA വർദ്ധിക്കും. ഏതിൽ നിന്നും 24% ആയിരുന്ന HRA 27 ആയിട്ട് മാറും. അതേപോലെ തന്നെ Y കാറ്റഗറിയിലെ സിറ്റികൾ 16% ആയിരുന്നു 7th പേ കമ്മീഷന്റെ സ്റ്റാർട്ടിങ്. DA 50% മുകളിൽ വരുമ്പോൾ അത് 18 ആയി മാറും. ഇവിടെ 8% എന്നുള്ളത് 9%ലേക്ക് വർദ്ധിക്കും. Then what happens if the DA is more than 100%? 100% മുകളിൽ DA വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തായി മാറും? HRA for X കാറ്റഗറി സിറ്റീസ് 30ഉം Y കാറ്റഗറിയിൽ 20ഉം Z കാറ്റഗറിയിൽ 10%ആയിട്ട് HRA വർദ്ധിക്കും എന്നുള്ള റിയാലിറ്റി കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം.
ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മുടെ സാലറിയില് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള HR എന്ന് പറയുന്നത്. ഇനി നമ്മൾ 6th 7th 8th പേ കമ്മീഷനിൽ ഉണ്ടാവുന്ന സാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത് എന്നുള്ള കുറച്ച് മാത്തമാറ്റിക്സ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 6th പേ കമ്മീഷൻ ജനുവരി 2006 നിലവിൽ വരുന്നത്. അപ്പോഴുള്ള ബേസിക് പേ എന്ന് പറയുന്നത് 7,000 രൂപയായിരുന്നു. 7,000 രൂപയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. പിന്നെ 6th പേ കമ്മീഷൻ, അതായത് 6th പേ കമ്മീഷൻ 2006 ജനുവരിയിൽ തുടങ്ങി. അത് 2016 വരെയാണ് നിലനിൽക്കുന്നത്. 2016 ജനുവരി വരെയാണ് 6th പേ കമ്മീഷൻ നിലവിലെത്തുന്നത്. അപ്പൊ അത്രത്തോളം കാലയളവിൽ, അതായത് 10 വർഷം കൊണ്ട് അവിടെ DAക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഏകദേശം 125%. 125%ഓളം DA വർദ്ധിച്ചു. അപ്പോ 6th പേ കമ്മീഷന്റെ അവസാനം, അതായത് 2016 ജനുവരിയിൽ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 7,000-ഉം അതിന്റെ കൂടെ 7,000-ന്റെ 125% കൂടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള 15,750 രൂപയായിരുന്നു ഇൻ ഹാൻഡ് ആയിട്ട്. അതിന്റെ കൂടെ HR ഉണ്ട്, നമ്മളത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് എടുത്തിരിക്കുന്നത്. 15,750 രൂപ 2016 സ്റ്റാർട്ടിങ്ങിൽ കിട്ടുമായിരുന്നു. 2016 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? 15,750 രൂപ കിട്ടുമായിരുന്നു. പക്ഷെ 2016 ആയപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? അവിടെ 6th പേ കമ്മീഷൻ നിലവിൽ വരികയാണ്. 7th പേ കമ്മീഷൻ അവിടെ നിലവിൽ വരികയാണ്, ആണല്ലോ. സോ 7th പേ കമ്മീഷൻ നിലവിൽ വന്നു. 7th പേ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ എന്താക്കി മാറ്റി? ഇവിടെ ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ കൊണ്ട് ഈ ബേസിക് പേനെ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം അത് 2.57 എന്ന് പറയുന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്രയാക്കി മാറ്റി? അത് 18,000 ആക്കി ബേസിക് പേനെ അവര് റിവൈസ് ചെയ്തു. പക്ഷെ നമുക്കറിയാം ഒരു പേ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡിയർനെസ് അലവൻസ് DA എത്രയായിട്ട് കണക്കാക്കപ്പെടും? DA എന്ന് പറയുന്നത് 0 ആയിട്ട് കണക്കാക്കപ്പെടും. 0% ആയിരുന്നു. അപ്പൊ ഇവിടെ എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 18,000 തന്നെയായിരുന്നു. 7th പേ കമ്മീഷൻ അല്ലെങ്കിൽ ജനുവരി 2016 സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത് 18,000 തന്നെയായിരുന്നു. ഇവിടെ ഫിറ്റ്മെന്റ് ഫാക്ടർ, അതായത് 2.57 കൊണ്ട് ബേസിക് പേനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 18,000 ആക്കി എന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവുന്ന ആക്ച്വൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 15,750 നിന്ന് 18,000 മാറുന്നത്. ഇവിടെയുള്ള ആക്ച്വൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം 14.2%-ഓളമാണ് ഇവിടെ ഉണ്ടാവുന്ന ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ബേസിക് പേനെ നമ്മൾ 2.57, അതായത് 2.5 മടങ്ങോളം നമ്മൾ കൂട്ടിയെങ്കിലും 2.5 മടങ്ങോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെങ്കിലും എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ഏകദേശം 14.2%-ഓളം മാത്രമാണ് വർധനവ് വരുന്നത്. ഈ ഒരു റിയാലിറ്റി കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി എന്താണ് 8th പേ കമ്മീഷൻ വരുമ്പോഴുള്ളത്? നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ളത്, അതായത് 2016 തുടങ്ങിയതാണ് 7th പേ കമ്മീഷൻ. 2024-25 ജനുവരി മാസം വരെ ഇപ്പോൾ നിലവിലുള്ള DA എന്ന് പറയുന്നത് 53%. ഇനി ഈ മാസത്തെ, അതായത് 2025 ജനുവരിയിലെ DA റിവിഷൻ വരാനുണ്ട്. 2025 ജൂലൈയിലെ DA റിവിഷൻ വരാനുണ്ട്. അതേപോലെ തന്നെ 2026 ജനുവരിയിലെ DAയുടെ റിവിഷൻ വരാനുണ്ട്. എല്ലാം നമ്മൾ മിനിമം ഒരു 3% എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10% ഇൻക്രിമെന്റ് 2026 ജനുവരി ആവുമ്പോഴേക്കും വരും. അപ്പൊ 10% ഇൻക്രിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന 53% DA എന്ന് പറയുന്നത് 10% കൂടിയിട്ട് 63% ആവും. അപ്പൊ DA എത്രയും മാറി? DA എന്ന് പറയുന്നത് 63% മാറും. അപ്പൊ 18,000 എന്നുള്ള ബേസിക് പേ അല്ലാതെ അതിന്റെ 63% DA എന്ന് പറയുന്നത് ബേസിക് പേയുടെ 63% കൂടെ കൂടിയിട്ട് എന്തായി മാറും? 29,340 എന്നുള്ള രീതിക്കായി മാറും. എന്ത്? 2026 ജനുവരിയിലുള്ള സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 2026 ജനുവരിയിലുള്ള സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 29,340 മാറും. പക്ഷേ പുതിയ പേ കമ്മീഷൻ നിലവിൽ വരികയാണ്, 8th പേ കമ്മീഷൻ. 8th പേ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ എന്താണ്? 18,000 എന്നുള്ള ബേസിക് സാലറി ചേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഫിറ്റിംഗ് ഫാക്ടർ കൊണ്ട് അവർ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള 2.5 എന്ന് പറയുന്ന ഏറ്റവും മിനിമം ഫിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, ആണല്ലോ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ 2.5ന്റെ മിനിമം ഫിറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? 18,000 എന്നുള്ളത് വർദ്ധിച്ച് 45,000 ആയിട്ട് ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് പേ മാറും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കുക. പുതിയ പേ കമ്മീഷൻ വന്നു. അപ്പൊ എന്തായിരിക്കും? ഡിയർനെസ് അലവൻസ് അഥവാ DA എന്ന് പറയുന്നത് 0% ആയി മാറി. അപ്പൊ 45,000 തന്നെയാണ് ഇവിടെ സ്റ്റാർട്ടിങ്, ജനുവരി സ്റ്റാർട്ടിങ് 2026 45,000 തന്നെയാണ് കിട്ടുന്നത്.
ശരിക്കും ഡി എയുടെ ഇൻക്രിമെന്റ് പ്രകാരം 29,340 എന്ന് പറയുന്ന സാലറി കിട്ടേണ്ട സ്ഥലത്ത് ഇവരെ ഫിറ്റ്മെന്റ് ഫാക്ടർ പ്രകാരം, അതായത് പുതിയ പേ കമ്മീഷൻ പകരം 45,000 കിട്ടുന്നു. അപ്പൊ ഇവിടെയുള്ള ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെയുള്ള ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഏകദേശം 53.3% ഇവിടെയുള്ള ആക്ച്വൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.5 മടങ്ങ്, അതായത് 2.5 കൊണ്ട് ബേസിക് സാലറിയെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവുന്ന ആക്ച്വൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 53.3% ആണെന്നുള്ള ആ ഒരു റിയാലിറ്റിയും കൂടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് സാലറി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അപ്പൊ 53% ഇൻക്രിമെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2.5 ആണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എങ്കിൽ മാത്രമാണ് ഈ ഒരു ഹൈക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മുൻ വർഷങ്ങളിൽ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം 14.2ഉം 53.3ഉമാണ് പേഴ്സൻറ്റേജ് ഇൻക്രിമെന്റ്. സോ ഇതാണ് പറയുന്നത്, 6th പേ കമ്മീഷൻ പ്രകാരം 54% ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ട്. 7th പേ കമ്മീഷൻ നമ്മൾ എടുത്തു 14.3 ആണ് വന്നിരിക്കുന്നത്, 14.2 സംതിങ്, 14.3 ആണ് 7th പേ കമ്മീഷൻ പ്രകാരം അവിടെ ഉണ്ടായിരിക്കുന്ന ഇൻക്രിമെന്റ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 8th പേ കമ്മീഷൻ പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 53.3%. അതായത് നമുക്ക് പറയാം 6th പേ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഉണ്ടായ 54%ന്റെ അതേ വർധനവ് തന്നെയാണ് 8th പേ കമ്മീഷൻ നിലവിൽ വരുമ്പോഴും ഉണ്ടാകേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം എന്തായാലും സാലറി കൂടും. 2026 ജനുവരി മുതൽ SSC എക്സാം എഴുതി കയറുന്നവരാണെങ്കിലും അതേപോലെ തന്നെ റെയിൽവേ എക്സാം എഴുതി കയറുന്നവരാണെങ്കിലും സാലറിയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഇപ്പോൾ എക്സാം എഴുതി കയറുന്നവരാണെങ്കിലും അടുത്ത വർഷത്തെ റിവിഷൻ വരുമ്പോൾ അത് കൂടും. സോ ഈ എക്സാമുകൾക്കായിട്ടെല്ലാം നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് വേണ്ട SSC RRBയുടെ എല്ലാ കോഴ്സുകളും Xylem SSC RRBയിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കാണാനുള്ള സാധിക്കുന്നത്. റെയിൽവേയിലാണെന്നുണ്ടെങ്കിലും എല്ലാ എക്സാമുകൾക്കായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതേപോലെ തന്നെ SSCയുടെ ആണെങ്കിലും എല്ലാ എക്സാമുകൾക്കായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇത് രണ്ടും ഓൺലൈൻ കോഴ്സുകളാണ്. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്യാമ്പസുകളും നമ്മൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാം വരുന്നുണ്ട്. നമുക്കറിയാം 2 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റിൽ തന്നെ വരുമോ എന്നുള്ളത് അറിയില്ല. നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരും. അത്യാവശ്യം നല്ല വേക്കൻസികളും ഉണ്ട്. 10ാം ക്ലാസ് ആണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത്. ITI നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ ആ എക്സാമിന് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ അതിലേക്കുള്ള ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. 12th ഫെബ്രുവരി തൊട്ട് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഈ എക്സാമുകൾക്കായിട്ട് എല്ലാം പഠിച്ചു തുടങ്ങാം. ഒന്നും കുറഞ്ഞ ശമ്പളത്തിലുള്ള ജോലികളല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഈ എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്.